ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. 2 ദിവസം കഴിഞ്ഞ് ഇവിടെ എന്തോ ആഘോഷം നടക്കുന്നില്ലേ? അതാണ് പറ്റിയ ദിവസം. പറ്റോണെങ്കിൽ പറ, പ്ലാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അവൾ അങ്ങനെയാ, പ്രത്യേകിച്ച് ഹരിയുടെ കാര്യത്തില്. അതറിയാടോ, പക്ഷേ മുഖത്ത് നോക്കി അവള് വീരോടെ ഇങ്ങനെ പറയുമ്പോ നമ്മൾ ഇതുവരെ അവളെ സ്നേഹിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടാവും. അതൊക്കെ എനിക്ക് മനസ്സിലാവും. എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഞാൻ മോളുടെ അടുത്തേക്കില്ല. എന്താന്ന് വെച്ചാ താൻ തന്നെ നോക്കിയാ മതി. എന്നിട്ട് പതുക്കെ പതുക്കെ. ആ, ഞാൻ പറഞ്ഞോളാം. അവളുടെ മനസ്സിൽ നിന്ന് ഇതൊക്കെ മാറുന്നേ. വിപിനെ അവൾ അംഗീകരിക്കും, അച്ഛാന്ന് വിളിക്കുകയും ചെയ്യും. മനുവിന്റെ അടുത്തേക്ക് ജീവൻ കരുതി കൂട്ടി ചെല്ലുകയായിരുന്നു. അല്ല, മനുവിന് പ്രശ്നമായിട്ടുണ്ടാവുമല്ലേ? മറ്റുള്ള ഉദ്യോഗസ്ഥരുടെ ഇടയിൽ സ്വന്തം ഭാര്യയുടെ ആങ്ങള, അതും ഇത്തരം ഒരു അവസ്ഥയിൽ കിടക്കുന്നത്. മനു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ മനുവിനോട് ജീവൻ ചില കാര്യങ്ങൾ പറഞ്ഞു. എന്ത്? ഇന്നെങ്കിലും ഒരിക്കൽ അവൻ പുറത്തു വരും. ഒരു ദിവസത്തെ പരോളിനെങ്കിലും പുറത്തിറങ്ങിയാൽ എല്ലാവരെയും കൊല്ലുമെന്ന്. ജയിലിൽ കിടക്കുന്ന അവൻ ഇതൊക്കെയാണ് മനസ്സിൽ സൂക്ഷിക്കുന്നത്. കേട്ടപ്പോ മുതല് എനിക്കെന്തോ ഒരു പേടി. അത് തന്നെയാണല്ലോ അവ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും മനസ്സമാധാനമായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിച്ചാരാന്ന്. ആന്റി, ഇതൊക്കെ അവൻ ചുമ്മാ പറയുന്നതല്ലേ. ഈ ജയിലിൽ അകപ്പെട്ട് പോയതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നതാ. നമ്മളതിനെ അങ്ങനെ മനസ്സിലാക്കിയാ പോരെ. മനുവിനോട് പറഞ്ഞ കൃത്യമായിട്ട് നമ്മളോട് വന്ന് പറയുമെന്നറിയാം. ആ, ഇപ്പതേ അമ്മ അത് കേട്ട് പേടിച്ചു. അതിന്റെ അർത്ഥം ജീവൻ ജയിച്ചു എന്നല്ലേ? അല്പമൊക്കെ ധൈര്യം കാണിക്കാൻ അമ്മയെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൻ ഒരിക്കലും ഞാൻ കണക്ക് കൂട്ടിയതുപോലെ ആയിരുന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്തല്ല അവൻ അടിക്കുന്നത്. അവന് ആരൊക്കെയോ കൂട്ടുകാരുണ്ട്. അതില് ആരൊക്കെ ഇപ്പോ അവൻ ചെയ്ത കുറ്റത്തെ അനുകൂലിക്കുന്നുണ്ടെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഹരി പുറത്തിറങ്ങുമ്പോഴൊക്കെ സൂക്ഷിക്കണം. അത് ആത്മഹത്യാപരമായൊരു കാര്യമാണ് ആന്റി. എന്റെ ഭാഗത്തു നിന്ന് അതെന്തായാലും ഉണ്ടാവില്ല. വരുന്നതൊക്കെ വരട്ടെ. ജയിലിൽ കിടക്കുന്നത് ദാവൂദ് ഇബ്രാഹിം ഒന്നുമല്ലല്ലോ. അനുയായികളെ ഇറങ്ങി പകരം വീട്ടാൻ. ഇത് ജീവനല്ലേ, വിട്ടുകളയ. ഒരാളെ പേടിപ്പിക്കുന്നത് കേട്ട് അമ്മ പേടിക്കൊന്നും വേണ്ട. ജീവൻ മാത്രല്ല, ജീവന് കൂട്ടുകാരുണ്ടെങ്കിൽ അവരും വരട്ടെ അമ്മേ. നമ്മൾ ഇതുവരെ കണ്ടതിൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. നാളെ കോടതിയിൽ എന്നെ വിസ്തരിക്കല്ലേ. അമ്മയുടെ ഈ പേടിക്ക് കൂടി ഞാൻ കണക്കിന് കൊടുക്കുന്നുണ്ട്. പറവീണോ? അല്ല മാഡം, നാളെ നിത്യ വിസ്തരിക്കണ്ടേ? അതെങ്ങനെയാന്നറിയാൻ ഒരു ആങ്സൈറ്റി. വീണ നല്ല ത്രില്ലിലല്ലേ? നാളെ കോടതിയിൽ നിത്യയെ ചോദ്യങ്ങൾ കൊണ്ട് ഉറപ്പ് പൊട്ടിക്കാൻ എനിക്ക് കഴിയും. അതിനുള്ള കാര്യങ്ങളും അവളുണ്ട്.
പക്ഷെ നെറ്റിയും സുജാതയും കോടതിയിൽ എന്റെ മുന്നിൽ വിയർത്തത് കൊണ്ടോ തളർന്നു പോയത് കൊണ്ടോ വിധി ജീവൻ അനുകൂലമാണോ നിർബന്ധമൊന്നുമില്ല. മാഡം. ഒരു കേസിന് 2 വശമുണ്ട്. ജയിക്കാം, തോൽക്കാം. നോ മാം, ജീവൻ പുറത്തുണ്ടാവണം. അത് വീണ, ജീവന്റെ കാര്യത്തിൽ വീണയുടെ ടെൻഷൻ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വേണമെങ്കിൽ വീണയ്ക്ക് അതൊക്കെ സ്റ്റോപ്പ് ചെയ്യാം. വീണ ഇപ്പൊ നല്ലൊരു അന്തരീക്ഷത്തിൽ ജീവിക്കുകയാണ്. ഭർത്താവുണ്ട്, കുഞ്ഞുണ്ട്. ഞാൻ ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. നല്ലൊരു ജീവിതം മുമ്പിലുണ്ടാവുമ്പോ വഴിതെറ്റിയ പ്രതികാരങ്ങളുടെ പേരിൽ അതിനെ നശിപ്പിച്ചു കളയണോ? ഓക്കെ, ലീവ് ഇറ്റ്. അത് വീണയുടെ ഇഷ്ടം. കേസിന്റെ വിജയത്തിനു വേണ്ടി ഞാൻ ജീവന് കുറച്ച് നിർദ്ദേശങ്ങളോ കൊടുത്തിട്ടുണ്ട്. ജയിലിൽ വെച്ച് അയാൾ അത് ചെയ്യുകയും ഞാൻ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലെത്തുകയും ചെയ്താൽ മേ ബി ജീവൻ പുറത്തിറങ്ങാം. മാഡം എന്താ ജീവനോട് പറഞ്ഞിട്ടുള്ളത്? ജീവൻ അത് ചെയ്യട്ടെ വീണ. തന്റെ മോചനത്തിനെ കുറിച്ച് അയാൾ ചിന്തിക്കാതിരിക്കോ? അയാൾ അത് ചെയ്യും. ഐ എം ഷുവർ. സംഗതി എളുപ്പമാ. ഇവിടെ എത്ര സെക്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും രക്ഷപ്പെടാനുള്ള വഴിയൊക്കെ കണ്ടെത്താൻ പറ്റും. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ രണ്ടുപേരും മാത്രം പോരാ. വേറെ ആരെങ്കിലും രണ്ടുപേരെ കൂടി കിട്ടണം. അങ്ങനെയാണെങ്കിൽ പ്രോബ്ലം ഇല്ല. അല്ല, ആരെ ഈ രണ്ടുപേര്? ഈ രണ്ടുപേരെന്നൊക്കെ പറയുമ്പോ നമ്മളെ പോലെ തന്നെ ചിന്തിക്കുന്നവരാവണ്ടേ? അതെ, അതെ, നിങ്ങൾ രണ്ടുപേരും വാ. എന്താ? ഞാനും ഇവനും ജയിലിൽ ചാടാൻ പോവാ. പോരുന്നുണ്ടോ? രണ്ട് ദിവസം കഴിഞ്ഞ് ഇവിടെ എന്തോ ആഘോഷം നടക്കുന്നില്ലേ? അതാണ് പറ്റിയ ദിവസം. പറ്റുവാണെങ്കിൽ പറ, പ്ലാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം.